KSRTC യാത്ര ചെയ്യാം. മുരളീധരനെ വോട്ട് ചെയ്താൽ നമ്മുടെ വിദ്യാർത്ഥിക്ക് 1000 രൂപ മാസം കിട്ടും സംസ്ഥാന സർക്കാർ. മുരളീധരനെ വോട്ട് ചെയ്താൽ വയോജനക്ക് പ്രായം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേക വകുപ്പുണ്ടാവും. മുരളീധരനെ വോട്ട് ചെയ്താൽ ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ 25 ലക്ഷം വരെ പലിശ രഹിത വായ്പ. അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടത്താം. LDF വോട്ട് ചെയ്താൽ ഇപ്പൊ ശബരിമലയുടെ സ്വർണ്ണമാണ് കേട്ടോ, ഇനി നാളെ ഗുരുവായൂരത്തെ സ്വർണ്ണം. പിന്നെ പള്ളികളിലെ സമ്പത്ത് കുറയും. മാത്രമല്ല ഇനി കേരളം ഒന്നും ബാക്കിയില്ല. ഇനി എല്ലാവരോടും കണക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് കണക്ക് കൊണ്ടുവരണം. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് കുതന്ത്രവും പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കിവിടെ മാറ്റമാണ്. ഇപ്പോൾ വികസന ജനങ്ങൾക്ക് പ്രശ്നം ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ നഗരസഭ പട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ 25 വാർഡുകൾ 12 വാർഡ് BJP ജയിച്ചു, 9 വാർഡ് UDF ജയിച്ചു, 1 വാർഡ് സ്വതന്ത്രം ജയിച്ചു. ആകെ 4 വാർഡിലാണ് ഇടതുപക്ഷം ജയിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഇത്രയൊക്കെ വികസനത്തിന് പൂക്കാലമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കൗൺസിൽ ഇലക്ഷൻ ഏറ്റവും മോശം പ്രകടനം CPM-ന്റെ പട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ 27 വരെ അവർക്ക് 8 സീറ്റ്, ഇവിടെ വെറും 4 സീറ്റാണ്. അതിന്റെ കാരണം ഇപ്പൊ ഫ്ലക്സ് ബോർഡ് വയ്ക്കുക. നാലാഞ്ചിറയിൽ 20 കോടിയുടെ വികസനം. നാലാഞ്ചിറക്കാരി എവിടെ 20 കോടി? ഇതാണ് എല്ലായിടത്തും സ്ഥിതി. അതുകൊണ്ടാണ് അതൊക്കെ ജനങ്ങൾ തള്ളിക്കണം. അപ്പൊ നമുക്ക് യഥാർത്ഥ വികസനം. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ നിങ്ങളുടെ MLA ആയിട്ട് വന്നപ്പോൾ അന്ന് നഗരസഭ LDF ആണ് ഭരിച്ചത്, പക്ഷെ കേരളം UDF. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് കൊണ്ടല്ലേ അന്ന് 3.75 മീറ്റർ വീതിയുള്ള റോഡുകളൊക്കെ അന്ന് നവീകരിച്ചു. അത് ഞാനത് MLA ആയിട്ട് വന്നപ്പോൾ ഞാൻ തിരുവനന്തപുരം റെസ്റ്റ് ഹൗസിൽ, അന്ന് 24 വാർഡാണ്. അന്ന് മേയർ ചന്ദ്രിക, മുട്ടറ കൗൺസിലറാണ് അവർ. ഡെപ്യൂട്ടി മേയർ ഹാപ്പി കുമാർ PTP വാർഡ് കൗൺസിലറാണ്. അന്ന് ഗണപൂരിലെ സരസമ്മ, കാഞ്ഞിരപ്പള്ളിയിലെ കസ്തൂരി. അങ്ങനെ ഞാൻ 24 കൗൺസിലർമാരെ യോഗം വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ പുതിയാണ്, സർക്കാരിന്റെ ഫണ്ട് കിട്ടിയില്ല, എവിടെയാണ് 3.75 മീറ്റർ വീതിയുള്ള റോഡ്? നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങൾക്കാണ് അറിയുക. അങ്ങനെ കൗൺസിലർമാർ എഴുതി തന്ന റോഡിന്റെ അടിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അന്ന് 13 കോടി ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ നഗരസഭയുടെ റോഡുകൾ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് കഴിയും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിലെ കേരളം 7 വർഷം അടുത്ത MLA LDF-ന്റെ MLA 3 മാസം മുമ്പ് വരെ കോർപ്പറേഷൻ LDF-ന്റെ ആയിരുന്നു. 4 പൈസ സംസ്ഥാന സർക്കാർ ഇവിടുത്തെ റോഡ് നവീകരിക്കാൻ തന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. അതുകൊണ്ട് നമുക്ക് വികസനം വേണം. ഹൈടെക് വികസനം മുതൽ സാധാരണക്കാരുടെ വികസനമല്ല. ഞാൻ MLA ആയിരുന്ന കാലത്താണ് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയുടെ അടുത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. എല്ലാ സംവിധാനങ്ങളും കെട്ടിടങ്ങൾ സജ്ജീകരിച്ചു. മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് 100 MBBS പഠിക്കാനുള്ള കുട്ടികൾക്ക് സീറ്റ് സാങ്ഷൻ. ഇന്ന് 1000 കുട്ടികൾ പഠിച്ചിറങ്ങേണ്ടതാണ്. ആ മെഡിക്കൽ കോളേജിന് ഇന്ദിരാഗാന്ധിയുടെ പേരിട്ടുള്ള മറ്റേ കാരണം കൊണ്ട് LDF വന്ന് അത് കൂട്ടി. 2017 കേരളത്തിൽ നിന്നുള്ള അന്നത്തെ MP-മാർ, ഇന്നത്തെ ആരോഗ്യമന്ത്രി JP നഡ്ഡ തന്നെയാണ് അന്നും ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ. അദ്ദേഹത്തിന് കേരളത്തിന്റെ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി പോയതാണ്. ആ നിവേദനം കിട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാനിവിടെ മന്ത്രിയായി വന്നപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും മുഖ്യമന്ത്രിമാർ എന്നെ കൊണ്ട് കണ്ടു. അവർ പറഞ്ഞാൽ താരം ഞങ്ങൾക്കും ഓരോ മെഡിക്കൽ കോളേജ്. എന്നാൽ ഒരേ ഒരു മുഖ്യമന്ത്രി പറഞ്ഞു, തന്ന മെഡിക്കൽ കോളേജ് വേണ്ട, അത് നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പൊ മെഡിക്കൽ കോളേജുകളെ പോയി ഇല്ലാതാക്കിയ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മുടെ ഭരണം വന്നാൽ ആ കൂട്ടിക്കിടക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മൾ തുറന്ന് പ്രവർത്തനമാക്കി. ഒരുപാട് കുട്ടികൾക്ക് ഡോക്ടർമാരാവണം, പാവപ്പെട്ട രോഗികൾക്ക് നല്ല ചികിത്സ കിട്ടണം. അതാണ് നമ്മൾ. അതുപോലെ തന്നെ ശുദ്ധജലക്ഷാമം രൂക്ഷല്ലേ നമ്മുടെ നഗരത്തിൽ. ആറ്റുകാൽ പൊങ്കാല വന്നാലും, വെട്ടുകാട് പെരുന്നാൾ വന്നാലും, ഭീമാപ്പള്ളി ഉറൂസ് വന്നാലും പൈപ്പൊന്നും ഒരേ ശബ്ദമാണ്.
ശൂന്നുള്ള ശബ്ദമല്ലാതെ ഒരു തുള്ളി വെള്ളം കുറേ കാലങ്ങളായിരിക്കും. അതുകൊണ്ട് ഒരു ശുദ്ധജല പദ്ധതി നമ്മുടെ നഗരത്തിൽ, നമ്മുടെ തലസ്ഥാനല്ലേ തിരുവനന്തപുരം, ഒരു ശുദ്ധജല പദ്ധതി വേണം. പിന്നെ ഒരു മഴ പെയ്താലുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓപ്പറേഷൻ ഉണ്ടാകും. നമ്മുടെ പല സ്രോതസ്സുകൾ, ശുദ്ധജല പദ്ധതികൾ, ശുദ്ധ ജലമുള്ള നദികളും എല്ലാം മാലിന്യം കളഞ്ഞിരിക്കുകയാണ്. അതിനൊന്ന് നവീകരിച്ചാൽ തന്നെ ശുദ്ധജല ക്ഷാമം നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതിനാണ് ഓപ്പറേഷൻ എന്താ UDF എന്ന് ആരംഭിച്ച. അത് തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ മെച്ചം, അതുവരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ അവസരത്തായിരുന്ന ഒരു മഴ പെയ്ത സമുദ്രമില്ലല്ലോ. എന്നാൽ ഓപ്പറേഷൻ അരുതയുടെ 1ാം ഘട്ടം പൂർത്തീകരിച്ചപ്പോൾ ഇപ്പോൾ അവിടെ വെള്ളക്കെട്ടില്ലല്ലോ. അതുകൊണ്ട് ഓപ്പറേഷൻ അരുതയുടെ 2ാം ഘട്ടം ആരംഭിക്കണം. അങ്ങനെ ഒരു സമഗ്ര പദ്ധതി നമ്മുടെ നാടിൻ്റെ വികസനം. പിന്നെ മെട്രോ വേണം. എല്ലാ തലസ്ഥാന നഗരങ്ങളിലും മെട്രോ സർവീസ് നമുക്ക് മാത്രമില്ല. നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചാണ് പിണറായി അത് നമുക്ക് തുടങ്ങിയാൽ പട്ടം ദേശാസുരം വഴിയാണ് കഴിഞ്ഞാൽ ഈ ബസ് കാത്തുന്നതിന് പകരം KSRTC സൗജന്യമായിട്ട് പോവാം. മെട്രോയിൽ ഒരു നല്ല സുഖത്തിൽ യാത്ര ചെയ്യാനും മെട്രോയിൽ പോകാം. നല്ലൊരു കേരളം ഇവിടെ ഉണ്ടാവണം. അത് നിങ്ങൾ സഹായിക്കണം. കൈയടയാൾക്ക് നിങ്ങൾ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ 3ാമത്തെ പേര് 3ാമത്തെ ഞാൻ പറയാനുള്ള കുറേ അവരന്മാരിറങ്ങിയിട്ടുണ്ട് എൻ്റെ പേര്. പക്ഷേ ആർക്കും ഇല്ലാത്തൊരു ഭാഗ്യം എനിക്കുള്ളത് 32 വെടികൊണ്ടകൾ ശരീരത്തിലേറ്റി മണ്ണിൽ പടഞ്ഞ് മരിച്ച ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ നമുക്കൊരു സമ്മാനം തന്നിട്ടാണ് പോയത്. അതാണ് കൈപ്പത്തി വേണ്ട. അത് കയ്യിൽ നടത്തോളം കാലം 10,000 അപരന്മാർ വന്നാലും നമ്മളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം. പിന്നെ വേറെ ചെല്ലുവിടാമെന്ന് പറയുന്നുണ്ട്, മൊത്തം മാറണം. നിങ്ങൾ 2 കാര്യം പരീക്ഷിച്ചാലും ഞങ്ങളെയൊന്നും പരീക്ഷിക്കാം. പരീക്ഷിച്ച സ്ഥലത്തെല്ലാം കുളം നോക്കി. ഒരാളെ ലോകസഭയിലേക്ക് അയച്ചു തൃശ്ശൂർ. അന്ന് പറഞ്ഞെന്താ അറിയില്ല, ഞാനിവിടെ മെട്രോ കൊണ്ടുപോകും. മെട്രോ പോയിട്ട് പാസഞ്ചർ വണ്ടി പോയി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും പഴയ അവസ്ഥയിൽ. ഞാൻ വടകരയിൽ MP ആയിട്ട് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഒഴിഞ്ഞപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളോട് ചോദിച്ചു അവരും അതിൽ ഉൾപ്പെടുത്തി അത് ഹൈടെക് റെയിൽവേ സ്റ്റേഷനാക്കി വടകര. അതേസമയത്ത് തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനം ഇപ്പോഴും പഴയ സ്റ്റേഷനുണ്ട്. 2 കൊല്ലമായി. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ പോയി? ഞാൻ പാർലമെന്റൊക്കെ വായിപ്പോൾ സഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നു. കേന്ദ്രം പറഞ്ഞു പരിഗണനയിലുണ്ട്. ഇപ്പോൾ ഒരു MP അങ്ങോട്ട് അയച്ചപ്പോൾ കേന്ദ്രം പറയണം നിങ്ങൾക്ക് തരില്ല. അപ്പോൾ പറഞ്ഞയച്ചിട്ട് എന്ത് കിട്ടി? പിന്നെ 2ാമത് കോർപ്പറേഷൻ അവതരിപ്പിച്ചല്ലോ തിരുവനന്തപുരം. അന്ന് പറഞ്ഞാൽ എന്താ, ഞങ്ങൾ ജയിപ്പിച്ചാൽ ഞങ്ങൾ 45 ദിവസം കൊണ്ട് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നൊരു പ്രഖ്യാപനം നടത്തും, വികസനത്തിൻ്റെ ഒരു രേഖ പ്രസിദ്ധീകരിക്കും. 25-ാം ദിവസം പ്രധാനമന്ത്രി ആകെ ചെയ്തല്ല, മേയറെ കെട്ടിപ്പിടിച്ച് രൂപ കൊടുത്തു. ഡെപ്യൂട്ടി മേയർ വരുതി ആയതുകൊണ്ട് കാലിൽ തൊട്ടു കൊടുത്തു. ഇത് രണ്ടും നടത്തി അടുത്ത ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോയി. ഇനി അങ്ങനെ പരീക്ഷണം നടത്താനാണോ? ഇനി നിയമസഭയിൽ വേണമെന്ന് പറയും. അതുകൊണ്ട് UDF തന്നെയാണ് വരേണ്ടത്. എങ്കിൽ മാത്രമേ നാടിന് നന്മയുണ്ടാവൂ. അതുകൊണ്ട് സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ജയ് ഭാരത്, ജയ് UDF.